favor because Saddam Hussein is no longer in power. And now the challenge is to help the Iraqi people build a democracy. ഇറാഖിൽ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാണ്. വംശീയ കലാപങ്ങൾ ഒരു വശത്ത്, അൽ-ഖയ്ദ ആക്രമണങ്ങൾ മറുവശത്ത്, ഒപ്പം ദാരിദ്ര്യവും. നടത്തുകയും കാർട്ടൂൺ കഥാപാത്രങ്ങളിൽ എത്തിയപ്പോൾ സന്ദർശകർ ആരവങ്ങളോടെ അവരെ എതിരേറ്റു. കോളം നിരോധനം ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം നാളെ ഉത്തരാഞ്ചലിലെ നൈനിറ്റാളിൽ തുടങ്ങും. കാർഷിക പ്രതിസന്ധി, ആഭ്യന്തര സുരക്ഷ എന്നീ പ്രശ്നങ്ങളിൽ പാർട്ടിയുടെ തന്നെ വിമർശനം സമ്മേളനത്തിനിടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കേൾക്കേണ്ടി വരും. അടുത്തതോടെ ആവശ്യക്കാർ ഏറുകയാണ്. ഈ സമയത്താണ് നിരോധനം റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ്. എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. കൂട്ടക്കൊല നടക്കുമ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്ന ടി ഒ സൂരജ് ഇന്റലിജൻസ് റിപ്പോർട്ട് അവഗണിച്ചതായും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 119 വകുപ്പ് പ്രകാരം ഇത് കുറ്റകരമാണെന്നുമാണ് മാറാട് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. ഇക്കാര്യം കേസ് അന്വേഷിച്ച CBCID പരിഗണിച്ചിട്ടില്ലെന്ന് ഹർജിക്കാരനായ മലപ്പുറം എടപ്പരത്തി മുരളീധരൻ ചൂണ്ടിക്കാട്ടി. അപ്പൊ അത് അന്വേഷിക്കാത്ത കാലത്തോളം, അത് അന്വേഷിച്ചിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കുറ്റക്കാരനാണ്. ഈ പ്രതികളുടെ കൂടെ അദ്ദേഹത്തിന് ട്രൈ ചെയ്തേ പറ്റൂ. അപ്പം ആ രീതിയിൽ പോലീസ് അന്വേഷിക്കാത്തതുകൊണ്ട്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിക്കാത്തതുകൊണ്ട് CRPC 173 ക്ലാസ് 8 അനുസരിച്ചിട്ടുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, അദ്ദേഹത്തിന്റെ സൂരജിന്റെ ഇത്തരത്തിലുള്ള ചെയ്തികളുടെ പങ്ക് ഒന്ന് ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഹർജിയാണ്. അദ്ദേഹത്തിന് ആ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ അദ്ദേഹം അത്തരത്തിൽ കൺസീൽ ചെയ്തു എന്ന് ബോധ്യമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒഫൻസിൽ അദ്ദേഹം കൂടി കൂട്ടുപ്രതി ആയേ പറ്റൂ. പരാതി ദിവസം ഹർജി ഫയൽ സ്വീകരിച്ചത് മറ്റൊരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യട്ടെ എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. തുടർന്ന് പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും നോട്ടീസ് അയക്കാൻ കോടതി നിർദ്ദേശിച്ചു. എന്തുകൊണ്ട് സൂരജിനെതിരെ മാത്രം കേസ് എന്ന ചോദ്യത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് മറച്ചുവെച്ചത് അദ്ദേഹമെന്നായിരുന്നു മറുപടി. മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെ ആവശ്യമെന്ന് കണ്ട നടപടി സ്വീകരിക്കും. കൂത്തുപറമ്പ് കേസിലേതടക്കമുള്ള കീഴ്വഴക്കങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ടി ഒ സൂരജിനെതിരെ നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷാജഹാൻ, കോഴിക്കോട്. രാജ്യത്തെ റിപ്പോർട്ടിൽ ഏറ്റവും അന്വേഷിക്കപ്പെട്ട യഥാർത്ഥത്തിൽ മുഹമ്മദ് കുട്ടിയാണ്. 48 വയസ്സുകാരനാണ്. തൃശ്ശൂരിലെ നെടുമ്പിലാവ് സ്വദേശിയാണ്. 80കളുടെ അവസാനം തൃശ്ശൂരിലെ കുറുപ്പംകോട് ഇരാൻ പ്രദേശത്തിനെതിരെ ഭാഗം നടത്തിയതിന്റെ പേരിലാണ് ഈ പേര് വന്നത്. ഇരാൻ മുഹമ്മദ് എന്നാണ് ഇപ്പോൾ വിളിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ വിദേശമായി മണി എക്സ്ചേഞ്ച് നടന്നു. ഫിനാൻസ് മിനിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരാൻ മുഹമ്മദ് മാറാട്ടെ കൂട്ടക്കൊലയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയെന്നാണ് മാറാട് കമ്മീഷൻ റിപ്പോർട്ടിലെ ഒരു പരാമർശം. ഇതേക്കുറിച്ച് മുഹമ്മദ് ഇങ്ങനെ പ്രതികരിക്കുന്നു. ഇതിനെ പൂർണ്ണമായി നിശ്ചയിക്കുന്നത്. കാരണം ഈ മാറാട് സംഭവത്തെ കുറിച്ച് എനിക്ക് നേരിട്ടോ അല്ലാതെ അറിഞ്ഞോ അറിയാതെ വിദേശത്ത് നിന്നും ഇന്ത്യയിൽ ധനപരമായോ ശാരീരികമായോ എന്തെങ്കിലും സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് ഈ ലോകത്തുള്ള ഏത് ഭാഗത്ത് വസ്തു തെളിയിക്കാൻ അദ്ദേഹം ചെയ്യാതെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ചെലവും ഞാൻ വഹിച്ചുകൊണ്ട് അത് വഹിച്ചുകൊണ്ട് അവിടെ പോയി അത് തെളിവെടുക്കാൻ അദ്ദേഹത്തിന് എല്ലാ സഹായക്കാരും ഞാൻ അഥവാ ഏതെങ്കിലും സന്ദർഭത്തിൽ വാക്കുകൊണ്ടോ എന്തുകൊണ്ട് വൈകൊണ്ടൊരു വാക്കുകൊണ്ട് പോലും ഈ ജനങ്ങളെ ഞാൻ സഹായത്തിനായി കണ്ടെത്തുന്നത് എന്ന് തെളിയിക്കുന്നത് എന്റെ ഫാമിലി അടക്കമുണ്ട് 23 പേരെ കൊന്നത് ഈ രാജ്യത്തിന്റെ മണ്ണെടുത്ത്. അതായത് അത്ര വൃത്തികെട്ട ഒരു ഫാമിലി ഈ ഭാരത മണ്ണിൽ ഉണ്ടാവാൻ പാടില്ല. അത് മുൻപോട്ട് ചെയ്യണമെന്നത് അവർ മുഴുവൻ പോകുന്നത് ഞാൻ സ്വയം മനസ്സിൽ ചെയ്യണം. കേസിൽ ടി ഒ സൂരജിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വാദം കേൾക്കുന്നത് അടുത്ത മാസം. മാറാട് റിപ്പോർട്ടിൽ FM എന്ന് പരാമർശിക്കപ്പെടുന്ന ഇലാൻ മുഹമ്മദ് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലെത്തി. പനി കാരണം ആലപ്പുഴയിൽ ഹിലാൽ മുഹമ്മദ് തനിക്കെതിരെയുള്ള ആരോപണങ്ങളെപ്പറ്റി വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ന് കോടതിയിലെത്തി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കോഴിക്കോട്ട് നിന്നും ഷാജഹാൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഷാജഹാൻ, ഹിലാൽ മുഹമ്മദ് എപ്പോഴാണ് കോടതിയിലെത്തിയത്? അതുപോലെ ടി ഒ സൂരജിനെതിരെയുള്ള ഹർജിയിൽ വാദം കേൾക്കുന്നത് എന്തുകൊണ്ടാണ് കോടതി മാറ്റിവെച്ചത്? ഹിലാൽ മുഹമ്മദിന്റെ ഹർജി ഇപ്പോൾ കോടതി മുമ്പാകെ അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ
അവതരിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിന്റെ ഭാഗം. ഈ സംഭവത്തിൽ ഗുലാം മുഹമ്മദിനെ അകാരണമായി ഗുലാം മുഹമ്മദിന്റെ പേര് അത് തന്നെയാണ് മാറാട് കമ്മീഷൻ മാറാട് സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അക്രമത്തിന് പണം നൽകിയിരുന്ന പരാമർശമുണ്ടായ അവസ്ഥയിൽ അദ്ദേഹം ഈ സംഭവം അന്വേഷിക്കണമെന്നും അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കേസ് കിട്ടണമെന്നും ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് ഉത്തരവിടണമെന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിക്കുന്നത്. അതിൽ കഴിഞ്ഞ ജഡ്ജി ബാബു മാറ്റിച്ച് പദ്ധതിയോട് ചോദിച്ചു, ഇത് തന്നെയാണോ ഇത് ഈ കോടതിയിൽ തന്നെയാണോ ഇത്തരമൊരു അപേക്ഷ അല്ലെങ്കിൽ ഇത്തരമൊരു ഹർജി നൽകേണ്ടത് എന്ന ചോദ്യത്തിന് ഈ പരാമർശം നീക്കിട്ടാൻ മറ്റു വഴികൾ നേടും. ഏതായാലും ഈ സംഭവത്തിൽ കുറ്റവാളിയാണോ എന്നുള്ള കാര്യത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നത് ഈ കേസ് പരിഗണിക്കുന്ന കോടതി തന്നെ ഇത് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ കൃത്യത നോക്കണമെന്നുള്ള ആവശ്യമാണ് അദ്ദേഹത്തിന് അഭിഭാഷകൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം ഇപ്പോൾ ഈ കേസ് അല്ലെങ്കിൽ ഈ വാദം ഇപ്പോൾ കോടതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പിയോസിനെതിരെയുള്ള കേസ് ഇതായിരുന്നു മലപ്പുറത്തെ തിരുവോണൂർ സ്വദേശി മുരളീധരനാണ് ഈ ഹർജി നൽകിയത്. അദ്ദേഹത്തിന്റെ ഭാഗം മാറാട് കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ പ്രധാനമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇന്റലിജൻസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അവഗണിച്ചെന്നും സിവിൽ സർവീസ് ഇത്തരത്തിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ നിർണായക തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള ഒരു നടപടി എടുക്കുന്നത് കുറ്റകരമാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തിയ ആവശ്യമാണെങ്കിൽ പ്രതികരിക്കണമെന്നുള്ള വാദമായിരുന്നു ഉദ്യോഗം ഉന്നയിച്ചിരുന്ന മുരളീധരൻ. ഇത് കഴിഞ്ഞ ദിവസമാണ് നൽകിയത്. ഇത് പുറമെ ഇന്ന് കോടതി ഇത് വാദം കേൾക്കാനായി മാറ്റിയിരിക്കുകയായിരുന്നു. ഇന്ന് പ്രോസിക്യൂഷന്റെ വേണ്ടി ഹാജരായ ഹരിദാസും അതുപോലെ പ്രതിഭാസത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അടക്കമുള്ള അഭിഭാഷകർ ഈ കേസിൽ ഒരു സമയം വേണം പഠിക്കാനും അതുപോലെ സർക്കാരിന്റെ നിർദ്ദേശം കിട്ടാൻ ഇതിനായി കാത്തിരിക്കേണ്ടതുണ്ടെന്നും ഈ പബ്ലിക് പ്രോസിക്യൂട്ടറായ ഹരിദാസ് പറഞ്ഞു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ഈ കേസിൽ വാദം കേൾക്കുന്നത് അടുത്ത മാസം 11 മാറ്റിയിരിക്കുകയാണ്. മാറാട് കേസിൽ ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന ടി.ഒ. സൂരജിനെ കോഴിക്കോട് കളക്ടറായി നിയമിക്കരുതെന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നതാണെന്ന് DIC നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ചില ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു ടി.ഒ. സൂരജിന്റെ നിയമനമെന്നും മുരളീധരൻ പറഞ്ഞു. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി ജിമ്മി ജെയിംസ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഈ വാർത്താവിവരണം അവസാനിക്കുന്നു. നമസ്കാരം. എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല? ഇങ്ങനെ ഈ ഒരു സുപ്രഭാതത്തിൽ മാറാട് അന്വേഷണ കമ്മീഷനെ തന്റെ പേരിങ്ങനെ മാറാട് കലാപത്തിന് സ്ഥാനാർത്ഥിയുടെ താനാണ് എന്ന തരത്തിൽ മാറാട് ജുഡീഷ്യൽ കമ്മീഷന് എങ്ങനെ ഈ തരത്തിൽ പേര് കിട്ടി? ഇത്തരത്തിലുള്ള ചോദന എന്താണ്? ഇത്തരത്തിൽ എവിടെയാണ് ഈ ഒരു നീതി കിട്ടുക എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാറാട് നോക്കി കോടതി എന്നാൽ ജഡ്ജി ഇത് സംബന്ധിച്ച് ഒന്നും പറയാൻ തയ്യാറില്ല. കാരണം വാദം കൂടുതൽ അന്വേഷണം നടത്തി അന്വേഷണം നടത്തണമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കൊണ്ട് ഗവൺമെന്റിനെ അന്വേഷണം നടത്തണമോ എന്നതുകൊണ്ട് തന്നെ 16-ാം തീയതി കൂടുതൽ വാദം കേട്ടതിന് ശേഷം ഈ ആദ്യ സംബന്ധിച്ച് മറുപടി പറയാമെന്നാണ് വാദം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് എപ്പം താങ്കളാണെന്നതിനെ ഇതാണ് മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു. എപ്പം ഇന്ന് മാറാട് കമ്മീഷൻ സൂചിപ്പിച്ച താങ്കളാണ് അദ്ദേഹം സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. തനിക്ക് അങ്ങനെ ഒരു പേരില്ല എന്നാണ് ലാൻഡ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് മാറാട് അന്വേഷണ റിപ്പോർട്ടിൽ എപ്പം എന്ന പേരുള്ള ഒരാൾക്ക് UDF മന്ത്രിസഭയിൽ 2 മന്ത്രിമാരുമായി ബന്ധമുണ്ടായിരുന്നു. എപ്പം എന്ന വിളിപ്പേരുള്ള ആളാണ് മാറാട് കലാപത്തിന് ധനസഹായം നൽകിയതെന്നും എന്നാണ് നമുക്ക് മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ ഹർജി നൽകിയതിലൂടെ നമുക്ക് ലഭിക്കുന്ന സൂചന എപ്പം താൻ തന്നെയാണ് ഭംഗീയതയെ സമ്മതിച്ചിരിക്കുന്നത് എന്നുള്ള സൂചനയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായിട്ടുള്ള സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു മാധ്യമങ്ങൾ. മാറാട് പ്രത്യേക കോടതിയുടെ മുന്നിൽ നിന്നാണ് അദ്ദേഹം വിശദാംശങ്ങൾ നൽകിയത്. ഇയാളുടെ ഹർജി മാറാട് പ്രത്യേക കോടതി ഈ മാസം 14 മാറ്റി. അദ്ദേഹം തൃശ്ശൂർ ഇന്ത്യ വിഷയോട് പറഞ്ഞു. ഒരു മിനിസ്റ്ററായിട്ട് ബന്ധമൊന്നുമല്ല അവരാവുന്നുണ്ടോ? ഒരു ചീഫ് മിനിസ്റ്റർ എനിക്ക് പറയുന്നത് ഞാൻ രാജിവെക്കുന്നത് കേരളത്തിന്റെ വിശ്വാസമുണ്ട്. പ്രസിഡന്റ് തെറ്റാണ്. ഇവിടുത്തെ ഇന്നത്തെ മന്ത്രിയായിട്ട് AK ബാലന്റെ വിശ്വാസമുണ്ട്. ഇവിടുത്തെ ഇന്ന് ഇവിടുത്തെ MLA ആയിരിക്കുന്ന AC മൊയ്തീന്റെ വിശ്വാസമുണ്ട്. ഇതൊന്നും വന്നത് എന്റെ സൗകര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ എന്റെ കാര്യം പിടിക്കാൻ കൂട്ടി വിശ്വാസമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളാണ് മരിച്ചുപോയി. കേരളാണ് എന്റെ കൂടെ വന്നത് പറയുന്നത് ഇയാൾ മരുന്ന് പറയുന്നത് കേരളാണ് കൂടെ വന്ന വ്യക്തി തിരിച്ചിരിക്കുന്നു. അവരെ പ്രൊഡ്യൂസ് ചെയ്യാം. കേരളാണ് കൂടെ എത്തി നിൽക്കുന്ന
നമ്മളതിനെ പുറത്താക്കാൻ രാജിവെപ്പിക്കാൻ ശക്തമാവും ഞാൻ. തനിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച മാറാട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിനെ കാണിക്കുകയാണ് റിപ്പോർട്ടിൽ തന്റെ പേര് പരാമർശിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്ന് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. ഇതോ അല്ലാതെയോ മാറാട് പങ്കാളിയായിരിക്കണം അദ്ദേഹം പറഞ്ഞു. ഇതാണ് ഒരു ശരിക്കുന്നുണ്ടെങ്കിൽ ആ ജുഡീഷ്യറി വളരെ മോശം ജുഡീഷ്യറി ദൈവത്തെ പോലെ കാണുന്ന ആളാണ് കേരളം. എന്നുണ്ടെങ്കിൽ ഞാൻ അത് സ്ഥാപിക്കുന്നു. വളരെ പുസ്തകത്തോട് തന്നെ പറയട്ടെ, ഇതാണ് ജുഡീഷ്യറി അന്വേഷണം എന്ന് പത്രങ്ങൾ ഡെയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് സ്ഥാപിക്കുന്നു. അങ്ങനെ ഇങ്ങനത്തെ ജുഡീഷ്യറിൽപ്പെട്ട ആൾക്കാർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതൊരു സഭാവുണ്ട്. ഞാൻ എന്ന് പറഞ്ഞിട്ട് ഏത് തരത്തിലുള്ള അന്വേഷണം ഞാൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഞാൻ ഇതുപോലെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞായിരുന്നു, ഞാൻ ഇത് വീണ്ടും ആവർത്തിക്കുന്നു. ഞാൻ അറിഞ്ഞോ അറിയാതെയോ, അത് ചില പറയുന്നത് അറിയാതെ കണ്ണ് മാത്രം ഞാൻ അത് പറയുന്നില്ല. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ധനപരമായിട്ടോ ശാരീരികമായിട്ടോ വാക്ക് കൊണ്ടോ എടുത്തുകൊണ്ടോ ഫോൺ കൊണ്ടോ പൗരന്മാർ വഴി ഞാനോ എന്റെ പേരിൽപ്പെട്ട ആരെങ്കിലും ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിപ്പിക്കാൻ വിദേശത്തുനിന്നുള്ള ഈ ലോകത്തെ എവിടെ കൊണ്ടുപോകാൻ എന്ന് സ്വന്തം തെളിയിക്കാൻ തയ്യാറാണ്. ഞാൻ ആത്മവിശ്വസിച്ച മാറാട് സംഭവത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടാത്തതിന് പിന്നിൽ ദുരൂഹതയില്ലെന്ന് AK ആന്റണി. ഒന്നാം മാറാട് കലാപത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ടെന്നും ആന്റണിയുടെ ആരോപണം. തിയോടോസിനെ ആന്റണി കോഴിക്കോട് കളക്ടറാക്കിയത് ഒരു ഘടകകക്ഷിയുടെ സമ്മർദ്ദം മൂലമാണെന്ന് K മുരളീധരൻ. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കുള്ള കാർഷിക പാക്കേജിന് കേന്ദ്ര മന്ത്രിസഭ ഇന്നത് CPM-ഉം പിണറായി വിജയനുമാണെന്ന് മുൻ മുഖ്യമന്ത്രി AK ആന്റണി പറഞ്ഞു. സാമ്പത്തിക സഹായം നൽകിയെന്ന കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് FM എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിലാൽ മുഹമ്മദ് മാറാട് പ്രത്യേക കോടതിയിൽ ഹർജി നൽകി. ഫയൽ സ്വീകരിച്ച ഹർജി കോടതി അടുത്ത മാസം 16 പരിഗണിക്കും. 11 മണിയോടെയാണ് ഹിലാൽ മുഹമ്മദ് അഭിഭാഷകനായ AK പ്രേമരാജനോടൊപ്പം മാറാട് കോടതിയിലെത്തിയത്. മാറാട് സംഭവത്തിൽ സാമ്പത്തിക സഹായം നൽകിയെന്ന് കമ്മീഷൻ പരാമർശിച്ച ശേഷം ഹിരാൻമുഖിയായിട്ട് അന്വേഷിച്ചിട്ടില്ലെന്നോ അപ്പം അയാളുടെ അങ്ങനെ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അയാൾ അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. കുറ്റന്റെ നിരപരാധിയാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. അതല്ലാതെ ഒരു സമൂഹത്തിൽ ഏത് സമയത്തും അയാളെ പറ്റിയൊരു കുറ്റവാളിയാണ്. അത് ഇത്തരത്തിലുള്ള ഒരു കേസിൽ കുറ്റവാളിയാണെന്നായിരിക്കും സമൂഹം കരുതുന്നത്. പുറത്ത് നീക്കുന്നത് അയാൾക്ക് ആവശ്യമാണ് സ്വീകരിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹരിയാന നോട്ടീസ് കൊടുത്ത് 16 പരിഗണിച്ചു. ഹർജി നൽകേണ്ടത് ഈ കോടതിയിൽ തന്നെയാണെന്ന് ജഡ്ജി ബാബു മാത്യു ജോസഫ് ചോദിച്ചു. തുടർന്ന് കമ്മീഷന്റെ പരാമർശങ്ങൾ പരാതിക്കാരന്റെ ജീവനെ ഭീഷണിപ്പെടുത്താൻ കാരണമായതായി അഭിഭാഷകൻ അറിയിച്ചു. കോടതിക്ക് പുറത്ത് ഹിലാൽ മുഹമ്മദ് ഈ പരാതി ആവർത്തിച്ചുന്നയിച്ചു. അതെ, മാറാട് കൂട്ടക്കൊല കേസിലെ പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഹർജി പരിഗണിക്കേണ്ടതില്ലെന്ന വാദമാണ് ഉന്നയിച്ചത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മാറാട് കേസിൽ ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന ടി എസ് സൂരജിനെ കോഴിക്കോട് കളക്ടറായി നിയമിക്കരുതെന്ന് സൂരജിനെതിരെ ആ ആസ്പെക്ടിൽ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. അത് 11-ാം തീയതി ആണ്. 11 ബ്യൂറോ കോഴിക്കോട്. ഭയങ്കരമായിട്ട് കരയും. ഭയങ്കരമായിട്ട് കരയുന്നു അയാള്. പ്രേംപാടെ വിളിച്ചിട്ട് എന്ന നിലയിൽ എത്തിയെന്ന നിലയിലും തന്റെ അവകാശം സംരക്ഷിക്കാനും തന്റെ ഭാഗം ന്യായീകരിക്കാനുമായി എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ടി ഒ സൂരജ് അറിയിച്ചു. ടി ഒ സൂരജിനെ ഘെരാവോ ചെയ്ത യുവമോർച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രത്യേക കോടതിയിൽ ഹർജി നൽകി സൂരജിനെതിരായ ഹർജി 11ലേക്ക് മാറ്റി. ടി ഒ സൂരജിനെ യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞു. കോയൽ ഓപ്പണിൽ റുബാന അന്വേഷണം ആവശ്യമില്ലെന്ന പിണറായി വിജയൻ കമ്മീഷൻ മുൻപാകെ മൊഴി നൽകിയതായി AK ആന്റണി വെളിപ്പെടുത്തി. BJP ഒഴികെ ഒരു രാഷ്ട്രീയ പാർട്ടിയും CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നില്ല. അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശമനുസരിച്ചാണ് CBI അന്വേഷണം വേണ്ടെന്ന് വെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തിയതെന്ന് തനിക്കെതിരെയുള്ള ആരോപണം നീക്കണമെന്നാവശ്യപ്പെട്ട് ഹിലാൽ മുഹമ്മദ് മാറാട് പ്രത്യേക കോടതിയിൽ ഹർജി നൽകി. ഹർജി വാദം കേൾക്കാനായി അടുത്ത മാസം 11ലേക്ക് മാറ്റി. മാറാട് സംഭവത്തിന് സാമ്പത്തിക സഹായം നൽകിയെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഹിലാൽ മുഹമ്മദിന്റെ ആവശ്യം. മാറാട് കലാപത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകിയത് ഹിലാൽ മുഹമ്മദാണെന്ന് ആരോപണം ഉയർന്നിരുന്നു.
ഫിനാൻസ് മിനിസ്റ്റർ എന്ന വിളിപ്പേരുള്ള വ്യക്തിയാണ് കലാപത്തിന്റെ സൂത്രധാരനെന്നും ഇയാൾക്ക് ആന്റണി മന്ത്രിസഭയിലെ 2 അംഗങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇന്റലിജൻസ് വിവരം നൽകിയിരുന്നുവെന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശം. കോഴിക്കോട് ജില്ലാ കളക്ടർ ടി.ഒ. സുരേഷിനെ സംഭവത്തിൽ പ്രതിചേർക്കണമെന്നാവശ്യപ്പെട്ട് മാറാട് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം 11 മാറ്റി. അതേസമയം തനിക്ക് വധഭീഷണിയുണ്ടെന്ന് ഹിലാൽ മുഹമ്മദ് മാധ്യമങ്ങളോട് പറഞ്ഞു. SM എന്ന വിളിപ്പേരുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതാണ് ഞാൻ കോടതി സമീപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വന്നതിന്റെ പേര് വന്നത് കോടതി സമീപിച്ചിരിക്കുന്നത്? ഞാൻ ഒരു കാര്യം ഏറ്റവും കൂടുതൽ പണം ചെലവാക്കി വന്നാലാണെന്നത് ഞാൻ അതാണ് തോന്നിയിരിക്കുന്നത്. ആ എന്നെ എന്തുകൊണ്ട് ചോദിച്ചിട്ടെത്തുന്ന ആളായിട്ട് ഇനി നിങ്ങൾ TV-യിലും പത്രത്തിലും ഒന്നുമില്ല. ഞാൻ സർക്കാർ അറിഞ്ഞുള്ളൂ, ഈ കാര്യങ്ങൾ അറിഞ്ഞുള്ളൂ. അതിൽ ഞാൻ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ മുമ്പ് പ്രതികരിക്കുകയായിരുന്നു. ഇത്ര പ്രതികളുടെ കോടതികൾ 19 പ്രതികളുണ്ട് പറയും, അതിന്റെ സാക്ഷികളുണ്ട് പറയും. എന്തുകൊണ്ട് ധനം കൊടുത്തു എന്ന് പറഞ്ഞ് പൈസ കൊടുത്തു പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ കൊട്ടി നടത്താം വൈകാരികമാണ് പണം കൊടുത്തു പറഞ്ഞത്. അത് ആർക്കും എന്ത് സംസ്ഥ ആർക്കും പറയുന്നതാണോ ഇവിടുത്തെ നീതി? അതാണോ നിയമം? എല്ലാവരും ഒരു ഫോൺ കോൾ ഇട്ടിരുന്നു. അതായത് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊല്ലം നോക്കുക. അതിനൊരു കഴിഞ്ഞ കാരണം ഇങ്ങനെ ഡെയിലി മനസ്സിലാക്കി ഒഴിവാക്കിയിരിക്കുന്നു. മാറാട് കമ്മീഷൻ കുറ്റക്കാരനെന്ന് പരാമർശിച്ച കോഴിക്കോട് മുൻ ജില്ലാ കളക്ടർ ടി.ഒ. സൂരജിനെ യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞുവെച്ചു. സൂരജിനെതിരെ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു സമരം. ഇപ്പോൾ വ്യവസായ വകുപ്പ് ഡയറക്ടറായ സൂരജിന്റെ വിലാസ്ഭാവിയിലെ ഓഫീസിലാണ് ഉപയോഗം നടന്നത്. ഉപരോധം നടത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തനിക്ക് മേലുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സൂരജ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ സാക്ഷികളായ എന്റെ കഴിവുകളിലാണ് ഇത് സംഭവം ഉണ്ടായത്. ഞാൻ കമ്മ്യൂണലാണ് ആരും നിലനിർത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കമ്മീഷൻ എങ്ങനെ നിലനിർത്തുന്നത് എനിക്കറിയില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം അങ്ങനെയാണല്ലോ നമ്മുടെ നിയമവ്യവസ്ഥ. പറഞ്ഞാണെങ്കിലും ഞാൻ ജനിച്ച സ്ഥലം കൊട്ടാരത്തിലാണ്. അതുകൊണ്ട് ഇതുവരെ ഏതെങ്കിലും കമ്മ്യൂണൽ ആക്ടിവിറ്റിയിൽ ഞാൻ പങ്കെടുക്കുന്നു. നിങ്ങൾ പരിശോധിക്കണം. കമ്മീഷൻ പറയാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ മാധ്യമത്തിൽ വഴിയോ അല്ലാതെയോ ജനങ്ങളെത്തിക്കാൻ വ്യക്തികളെ ശ്രമിക്കുന്നു. വ്യക്തികളൊക്കെ നിങ്ങൾ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ യോജിക്കുന്നു നിങ്ങൾ തയ്യാറും. പക്ഷെ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്ഥാനത്ത് ടി.ഒ. സൂരജ് എത്താനിടയായ സാഹചര്യം മുതൽ CBI അന്വേഷിക്കണമെന്ന് DAC സംസ്ഥാന അധ്യക്ഷൻ K. മുരളീധരൻ ആവശ്യപ്പെട്ടു. UDF സർക്കാരിലെ ചില ഘടകകക്ഷികളുടെ സമ്മർദ്ദം മൂലമാണ് സൂരജ് കോഴിക്കോട് കളക്ടറായി എത്തിയത്. ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിയവർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ടായിരുന്നതായി സംശയിക്കേണ്ടിയിരിക്കുമെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. െതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ പാടുന്നു. ആലപ്പുഴയിൽ മരണം 47ആയി. രോഗം സംബന്ധിച്ച ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്ന് മന്ത്രി P.K. ശ്രീമതി. മാറാട് പ്രശ്നത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന AK ആന്റണി. കലാപവുമായി ബന്ധപ്പെട്ട് മാർക്സിസ്റ്റ് പാർട്ടി ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ആന്റണി. തനിക്കെതിരായ പരാമർശങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുമെന്ന് T.O. സൂരജ്. ഹിലാൽ മുഹമ്മദ് മാറാട് പ്രത്യേക കോടതിയിൽ സാക്ഷി നൽകി. മുല്ലപ്പെരിയാർ കരാർ സംബന്ധിച്ച മുൻ സർക്കാരുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദൻ. അർഹമായ ജലം പോലും കേരളത്തിന് ലഭിക്കുന്നില്ല. ഹിലാൽ മുഹമ്മദ് മാറാട് പ്രത്യേക കോടതിയിൽ ഹർജി സമർപ്പിച്ചു. സ്പെഷ്യൽ അഡീഷണൽ സെഷൻ ജഡ്ജി ബാബു മാത്യു P. തോമസ് മുമ്പാകെയാണ് ഹർജി നൽകിയത്. കേസ് അടുത്ത മാസം 16 പരിഗണിക്കും. മാധ്യമങ്ങൾ വഴി തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പരാമർശം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മുഹമ്മദ് കോടതിയെ സമീപിച്ചത്. ടി.ഒ. സൂരജിനെതിരെയുള്ള ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവങ്ങാടി സ്വദേശി മുരളീധരൻ സമർപ്പിച്ച ഹർജി കോടതി ഒക്ടോബർ 11 മാറ്റി. CPM ലീഗ് പ്രതികളെ സംയുക്ത പ്രവർത്തകർ തിരുവനന്തപുരത്ത് വാണിജ്യ വ്യവസായ വകുപ്പ് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. 15 ജോസഫ് കമ്മീഷൻ പരാമർശിച്ച FM എന്ന ഹിലാൽ മുഹമ്മദ് മാറാട് പ്രത്യേക കോടതിയിൽ നൽകിയ ഹർജി ഒക്ടോബർ 16 മാറ്റി. കേസുമായി തനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഹിലാലിന്റെ വാക്കുകൾ. കൂട്ടക്കൊലയ്ക്ക്
ഞാൻ ധനസഹായം നൽകി എന്നുള്ളതാണ്. അതിന് സത്യാവസ്ഥ കൊടുക്കുന്നത് എന്തുകൊണ്ട് ധനം കൊടുത്തു എന്ന് പറഞ്ഞ് പൈസ കൊടുത്തതോടെ എന്നെ പിടിക്കുക? ഒരു സുപ്രഭാതത്തിൽ പൊട്ടി കൊടുക്കുകയാണോ ഇതിനൊക്കെ നാളെ പണം കൊടുത്തെന്ന് പറയുന്നത്? അപ്പൊ ആർക്കും എന്ത് സമയത്തിന് ആർക്കും പറയുന്നതാണോ ഇവിടെ ഇവിടുത്തെ നീതി അതാണോ നിയമം? മാറാട് കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ കോലാഹലങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കമ്മീഷൻ പ്രതിക്കൂട്ട് നടത്തിയ രാഷ്ട്രീയ കക്ഷി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കാർഷിക പാക്കേജ് കേന്ദ്രം അനുവദിച്ചു. കേരളത്തിന് 765 കോടി രൂപ ഇടുക്കി ആലപ്പുഴ ജില്ലകൾക്ക് സഹായിക്കുന്നു. കേരള പോലീസിൽ NDF-ഉം RSS-ഉം നുഴഞ്ഞു കയറിയതായ റിപ്പോർട്ട് അന്വേഷണം നടത്തിയതായി ഇന്റലിജൻസ് ബ്യൂറോയും പോലീസും. മാറാട് പ്രദേശത്തെ 9 മേഖലകളായി തിരിച്ച് ജനകീയ പോലീസ് സംവിധാനം നടപ്പാക്കും. ആലപ്പുഴ ജില്ലയിൽ പനിമരണം 46 പകർച്ചപ്പനി തടയാൻ മാലിന്യമുക്ത കേരള പരിപാടി നടപ്പാക്കുമെന്ന് സർക്കാർ. കരിപ്പൂരിലെ കൈക്കൂലി കേസിൽ 32 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കൂടി പ്രതിചേർത്തു. CBI കോടതിയിൽ റിപ്പോർട്ട് നൽകി. സാനിയ മിർസ കൊറിയൻ ഓപ്പൺ ടെന്നീസിൽ നിന്നും പുറത്തായി. ക്വാർട്ടർ ഫൈനലിൽ റൊമാന പാസ്കൽ വിജയിച്ചു. എന്താണ് ഇതിന്റെ പുതിയ വിശദാംശം? സതീഷ്, വിദേശ മലയാളികളിൽ നിന്ന് ഭീമമായ തുക കൈക്കൂലി വാങ്ങിയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ക്ലിയറൻസ് നടത്തുന്നത് എന്ന പരാതികൾ കിട്ടിയതിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് CBI കരിപ്പൂർ വിമാനത്താവളത്തിൽ റെയ്ഡ് നടത്തിയത്. അന്ന് പേര് വെച്ചും പേര് വെക്കാതെയും ഒട്ടേറെ ഗൾഫ് മലയാളികളിൽ നിന്ന് CBIക്ക് നേരിട്ട് പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പ് തന്നെ CBI ഉദ്യോഗസ്ഥർ വെരിഫിക്കേഷൻ നടത്തിയിരുന്നു. തുടർന്ന് അന്ന് കൊച്ചി CBI ഡിവൈഎസ്പിയായിരുന്ന നന്ദകുമാരൻ നായരുടെ നേതൃത്വത്തിൽ CBI വിമാനത്താവളത്തിൽ റെയ്ഡ് നടത്തി. അന്ന് 7 പേരെ CBI പ്രതികളാക്കിയിരുന്നു. അതിൽ കസ്റ്റംസ് സൂപ്രണ്ട് ആലീസിന്റെ എറണാകുളത്തെ വീട്ടിലും കരിപ്പൂരിലെ വസതിയിലും കരിപ്പൂരിലെ കസ്റ്റംസ് ഓഫീസിലും CBI വ്യാപകമായി പരിശോധന നടത്തി. അന്ന് 1 ലക്ഷം രൂപയിലധികം ഓഫീസിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. തുടർന്ന് 4 പേരെ കസ്റ്റംസ് സൂപ്രണ്ട് ആലീസ് അടക്കം 4 പേരെ CBI അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇവരെ ജാമ്യത്തിൽ വരികയായിരുന്നു. വീണ്ടും CBI തുടർന്ന അന്വേഷണത്തിന് ശേഷമാണ് ഇന്ന് 32 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കൂടി പ്രതികളാക്കി CBI റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചി CBI ഡിവൈഎസ്പിയായ രാജീവ് അക്ഷന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. ഒരു കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ് CBI പ്രത്യേക കോടതിയിൽ ഇന്ന് സമർപ്പിച്ച 32 പ്രതികളുടെ ലിസ്റ്റ്. കേസിൽ ഇനിയും കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് CBI ഇന്ന് കോടതിയിൽ അറിയിച്ചു. തീർച്ചയായും കരിപ്പൂർ വിമാനത്താവളത്തിലെ കൈക്കൂലി കേസ് ഒരു വൈദ്യുതിയിലാണ് എന്ന് പറയാവുന്ന ഒരു റിപ്പോർട്ടാണ് CBI ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത്. നന്ദി. അപ്പം പറയേണ്ടത് സ്റ്റീൽസും റിപ്പോർട്ടിലെ പരാമർശത്തെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് എം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിലാൽ മുഹമ്മദ് മാറാട് പ്രത്യേക കോടതിയിൽ ഹർജി നൽകി. ഹർജി ഫയൽ സ്വീകരിച്ച കോടതി അടുത്ത മാസം 16 പരിഗണിക്കും. തനിക്കെതിരെ കേസുകളില്ല എന്ന FM എന്ന ഹിലാൽ മുഹമ്മദിന്റെ അവകാശവാദം തെറ്റാണെന്ന് മുൻപിലൂടെ ഉറപ്പ് ചേർന്നു. കൊണ്ടോട്ടി പോലീസ് 2002 ഇദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി ചാർജ് ചെയ്ത കേസിൽ പക്ഷേ ഇനിയും നടപടിയായിട്ടില്ല. മലപ്പുറം പൂക്കോട്ടൂരിലെ ഇല്ലിക്കൽ മുസഹാജിയെ കോഫർ പോസ്റ്റ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 35 ലക്ഷം രൂപ തട്ടിയെന്ന കേസാണ് ഹിലാൽ മുഹമ്മദിനെതിരെ നിലവിലുള്ളത്. 2001 നവംബർ 5 സംഭവം നടന്നത്. കസ്റ്റംസ് സൂപ്രണ്ടായിരുന്ന PV നാരായണൻ 2ാം പ്രതിയായ കേസിലെ 4ാം പ്രതിയാണ് പെരുമ്പിലാവ് വട്ടപ്പറമ്പിൽ മുഹമ്മദ് കുട്ടി എന്ന ഹിലാൽ മുഹമ്മദ്. 284/2002 എന്ന ക്രൈം നമ്പർ പ്രകാരം രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ DCRBയാണ് അന്വേഷണം നടത്തിയത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രതിയായതിനാൽ പ്രോസിക്യൂഷൻ അനുമതിക്കായി തിരുവനന്തപുരത്തേക്ക് അയച്ച ഫയൽ ഇനിയും തിരികെ വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ തനിക്കെതിരെ കേസുകളില്ല എന്ന നിലപാടിൽ തുടരുകയാണ് ഹിലാൽ മുഹമ്മദ്. 2005 UDF സർക്കാരിന്റെ കാലത്ത് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ കരിപ്പൂർ വിമാനത്താവളത്തിൽ തടഞ്ഞിരുന്നു. തുടർന്ന് CBIക്കും പോലീസിനും വിവരം നൽകിയെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്ത കൊണ്ടോട്ടി സ്റ്റേഷനിൽ നിന്ന് പോലും ഇദ്ദേഹത്തിനെതിരെ കേസില്ല എന്ന മറുപടിയാണ് കിട്ടിയത്. തുടർന്ന് ഇദ്ദേഹം സുഗമമായി റിമാൻഡിലേക്ക് പോയി. എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാവുന്നതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസെന്ന് കൊണ്ടോട്ടി CI രാധാകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാറാട് കേസിൽ TO സുരേന്ദ്രനെതിരെ അന്വേഷണം 2 മാസം 11-ലേക്കാണ് കേസ് മാറ്റിയത്. വ്യവസായ വകുപ്പ് ഡയറക്ടർ TS സൂരജിനെ ഒരു സംഘം പുതിയ വിവാദങ്ങൾ സമൂഹത്തെക്കുറിച്ചുള്ള സമഗ്രാന്വേഷണത്തിന്റെ പ്രാധാന്യം അടിവരുന്നു. എന്നാൽ പണത്തിന്റെ പ്രധാന സ്രോതസ്സെന്ന് ആരോപിക്കപ്പെടുന്ന ഹിലാൽ മുഹമ്മദ് രാഷ്ട്രീയ ബന്ധങ്ങൾ നിഷേധിക്കുകയും നിയമ നടപടിക്ക് ഒതുങ്ങുകയും. മാറാട് സംഭവത്തിന് പിന്നിലെ സാമ്പത്തിക ഉറവിടമെന്ന് ആരോപിക്കപ്പെടുന്ന FM എന്ന ഹിലാൽ മുഹമ്മദുമായി ആന്റണി മന്ത്രിസഭയിലെ 2 അംഗങ്ങൾക്ക് പങ്കുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് വിവാദങ്ങളുടെ തുടക്കം. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ഇന്ത്യൻ സർക്കാർ CBI അന്വേഷണം വ്യാപിച്ചതെന്ന സംശയം ജുഡീഷ്യൽ കമ്മീഷൻ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ രാഷ്ട്രീയ ബന്ധങ്ങൾ നിഷേധിക്കുന്ന ഹിലാൽ മുഹമ്മദ്
ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടികളെയും ചോദ്യം ചെയ്യുന്നു. ഈ എല്ലാം കേസാൻ പറ്റിയ വേഷമുള്ളതല്ല, അല്ലെങ്കിൽ ഇരാൻ മുമ്പുള്ളതല്ല. ഈ സംഭവം നടത്താൻ വേണ്ടി പണം കൊടുത്തു എന്ന് പറഞ്ഞ ആളാണല്ലോ എന്റെ കേന്ദ്രം. ആ എന്നെ എന്തുകൊണ്ട് സംസ്ഥാനത്തിലെത്തി ഒരു പ്രാവശ്യം പേരെങ്കിലും ചോദിച്ചിട്ട് ഇതൊരു ഗൂഢാലോചനയാണ്, അതിന് പിന്നിൽ ആരായാലും വെറുതെ വിടില്ലെന്ന് മുഹമ്മദ് പറയുന്നു. അതാണെങ്കിൽ ഞാൻ ജീവിക്കും, അതിന് കൊത്ത് ഞാൻ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ആൾക്കാർ കിട്ടി. അതാണ് എനിക്ക് വലിയ പറ്റുമല്ലോ. കമ്മീഷൻ റിപ്പോർട്ടിലെ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന അപേക്ഷയുമായാണ് ഹിലാൽ മുഹമ്മദ് മാറാട് വിചാരണ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കൂട്ടക്കൊലയ്ക്ക് വേണ്ടിയുള്ള പണമുടക്കടക്കമുള്ള വിപുലമായ ഗൂഢാലോചന കണ്ടെത്താൻ സമഗ്രാന്വേഷണം അനിവാര്യമാണെന്ന് പുതിയ വിവാദങ്ങൾ സൂചിപ്പിക്കുന്നു. മനോരമ ന്യൂസ്, കോഴിക്കോട്. ഈ 3 വർഷവും മാറാട് വാർത്തകളിൽ നിറഞ്ഞൊരുക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ മാറാട് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഈ കൂട്ടക്കൊലയ്ക്ക് തീവ്രവാദി ബന്ധമുണ്ട്, സംഭവത്തെക്കുറിച്ച് CBI അന്വേഷണം വേണം, ഈ സംഭവങ്ങളിൽ മുസ്ലിം ലീഗിന് പങ്കുണ്ട് തുടങ്ങിയവയാണ് മാറാട് അന്വേഷണ കമ്മീഷന്റെ പ്രധാന കണ്ടെത്തലുകൾ. ഇതേക്കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ കേരളം മുഴുവൻ നടക്കുന്നത്. മാറാട് കടപ്പുറത്ത് കൂട്ടക്കൊല നടന്നത്. 9 പേർ മരിച്ചു, 8 പേരും അയൽ സമുദായക്കാരായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരുപാട് ജനങ്ങൾ, ഒരു 5, 10, 25 പേരൊന്നുമല്ല, 10, 30, 40 ആൾ എന്റെ കണ്ണി കാണുന്നത്. കണ്ട ആൾക്കാരൊക്കെ ഓടി വിട്ടുകയാണ്. എന്താണെന്നുള്ള അറിയുന്നില്ല ആൾക്കാർ. പാവപ്പെട്ട് പിരിവെടുത്തിട്ട് ഒരു കച്ചവടം ചെയ്യുന്നത് 10, 65 വയസ്സായ കൃഷ്ണൻ അയാൾ ഇങ്ങനെ വിട്ടുപിടിക്കും, രക്ഷപ്പെടില്ല എന്നാ പറയുന്നത്. CBI അന്വേഷണം വേണമെന്നായിരുന്നു അരേ സമാജത്തിന്റെ ആവശ്യം. സർക്കാർ വഴങ്ങിയില്ല. നഷ്ടപരിഹാരം നൽകിയുള്ള ഒത്തുതീർപ്പിന് BJPയും സമാജവും വഴങ്ങി. മാറാട് വിട്ടുപോയ 230ഓളം കുടുംബങ്ങളെ 3 മാസം കഴിഞ്ഞ് സർക്കാർ തിരികെ കൊണ്ടുവന്നു. മാറാട് ഒരിക്കലും പഴയതുപോലെയായില്ല. നീതി കിട്ടിയില്ല എന്ന അരേ സമാജത്തിന്റെ വിലാപത്തിനിടെ സെപ്റ്റംബർ 26-ന് മാറാട് കമ്മീഷൻ റിപ്പോർട്ട് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു. അടുത്ത ദിവസം ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. ഒരുപാട് വിവാദങ്ങൾ ഒഴിച്ചിരുന്ന ഒരു കുടമാണ് ആഭ്യന്തരമന്ത്രി തുറന്നുവിട്ടത്. വൻതോതിലുള്ള ഗൂഢാലോചന ഇതിന്റെ പേരിൽ നടന്നിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ആകെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി CBI അന്വേഷിക്കണമെന്നാണ് കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യം. ഈ കമ്മീഷന്റെ ശുപാർശ അംഗീകരിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. മാറാട് സംഭവത്തിന്റെ പിന്നിൽ നടന്നിട്ടുള്ള ഗൂഢാലോചന, സ്ഫോടക വസ്തുക്കളുടെ ശേഖരണം, പണത്തിന്റെ സ്രോതസ്, ഇതുമായിട്ടുള്ള തീവ്രവാദികളുടെ ബന്ധം, ഇതെല്ലാം വിശദമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി CBIയോട് ആവശ്യപ്പെടാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. മുൻ കളക്ടർ TO സൂരജ്, IG ഓഫ് പോലീസ് മഹേഷ് കുമാർ സിംഗ്ല, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സഞ്ജീവ് കുമാർ പട്ജോഷി, അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന M. അബ്ദുൾ റഹീം എന്നിവർക്കെതിരെ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് സർക്കാർ നടപടിയും തുടങ്ങി. ഇതിൽ പ്രധാനമായി ചിലരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. IUML പ്രാദേശിക നേതാവായ PC മൊയ്തീൻ കോയ ഗൂഢാലോചനയിൽ ഉൾപ്പെടുകയോ അദ്ദേഹത്തെ ഇതിനെക്കുറിച്ച് അറിയുകയോ ചെയ്യുമായിരുന്നു എന്ന് കമ്മീഷൻ വ്യക്തമായിട്ട് പറഞ്ഞു. ഇദ്ദേഹം ഇപ്പോൾ തന്നെ കേസിൽ പ്രതിയാണ്. കോഴിക്കോട് ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാനും IUML നേതാവുമായ മായൻ ഹാജി, അദ്ദേഹത്തിന് ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമായി അറിവുണ്ടായിരുന്നു എന്ന വ്യക്തമായ നിഗമനത്തിലാണ് കമ്മീഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. NDF പ്രവർത്തകർ 2/5/2003 സംഭവം ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനും വ്യക്തമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു.
IUML പ്രവർത്തകർ മാറാട് സംഭവം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് കാര്യമായി ഇടപെട്ടിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ച് ഒരു പരാമർശം ഇതിനകത്തുണ്ട്. അത് കമ്മീഷൻ പറഞ്ഞത് മാറാട് കടപ്പുറത്തുണ്ടായതും പ്രദേശത്ത് മുതിർന്ന ആളുകൾ ഇടപെട്ട് തീർത്തതുമായ ഒരു സംഭവം CPIM, IUML, BJP, RSS എന്നീ കക്ഷികളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായി. ഇതിന് പ്രാദേശിക നേതാക്കന്മാരുടെ അനുഗ്രഹായത്തുകൾ ഉണ്ടായിരിക്കാം എന്നാണ് കമ്മീഷൻ പറയുന്നത്. പ്രാദേശിക നേതാക്കന്മാരുടെ അനുഗ്രഹായത്തുകൾ ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം മാത്രമാണ് CPM-നെ സംബന്ധിച്ച് പറയുന്നത്. ബാക്കിയുള്ള മറ്റ് പാർട്ടികളിലൊന്നും തന്നെ CPM-നെ സംബന്ധിച്ച് ഒരു പരാമർശവും കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത് BJP-യെയാണ്. ഒപ്പം ഹിന്ദു സംഘടനകളും CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. ഹിന്ദു ഐക്യവേദിയും BJP-യും പരസ്യമായും രഹസ്യമായും ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളാണ് കമ്മീഷൻ ശരിവെച്ചത്. അതിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കെതിരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരായ നടപടിയെടുക്കണം. പക്ഷെ അത് ഉദ്യോഗസ്ഥന്മാരുടെയും വ്യക്തികളുടെയും പേരിൽ മാത്രം നടപടിയെടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ ആഴവും പരപ്പും അതിന്റെ അപകടവും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ല. വിവിധ സംഘടനകൾ ഇപ്പം കേസിലെ പ്രതികളായി വിചാരണ നേരിടുന്നവരുടെ പട്ടികയിൽ അവിടെ രാഷ്ട്രീയം തിരിച്ചുള്ള പട്ടിക നിയമസഭയിൽ ഒരിക്കൽ വെച്ചതാണ്. അതനുസരിച്ച് അതിലെ ലീഗിന്റെ ഏതാണ്ട് പകുതിയിലധികം പ്രവർത്തകന്മാർ ലീഗിന്റെ ആളുകളാണ്. 28 പേര് കോൺഗ്രസ് CPM-ന്റെ പ്രവർത്തകന്മാരാണ്. INL-ന്റെ ആളുകളുണ്ട്, NDF-ന്റെ ആളുകളുണ്ട്. അതുകൊണ്ട് ഈ കലാപത്തിൽ ഉൾപ്പെട്ട ഈ കൊടും ഭീകര സംഭവത്തിൽ ഉൾപ്പെട്ട ആളുകളുടെ പട്ടിക പരിശോധിച്ചാൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും INL-ന്റെയും NDF-ന്റെയും ഒക്കെ പങ്ക് വളരെ സുരക്ഷിതമാണ്. ഇവരൊക്കെ ചേർന്ന് വാസ്തവത്തിൽ കാലാകാലങ്ങളിൽ തീവ്രവാദ സംഘടനകൾക്ക് സഹായം നൽകിയിട്ടുണ്ട്, അവരെ സംരക്ഷിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ള ക്രിമിനൽ കേസ് തുടരണം. അത് വിചാരണയുടെ അന്ത്യഘട്ടത്തിലാണ്. മാറാട് കമ്മീഷൻ റിപ്പോർട്ട് മുസ്ലിം ലീഗിനാണ് തിരിച്ചടിയായത്. ലീഗിന്റെ സംസ്ഥാന സമിതി അംഗവും CDA ചെയർമാനുമായിരുന്ന MC മൈൻ ഹാജിയുടെയും ലീഗിന്റെ പ്രാദേശിക നേതാവ് PP മൊയ്തീൻ കോയയുടെയും പേരുകൾ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. CBI അന്വേഷണം ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യാം. കാരണം CBI അന്വേഷണം വന്നാൽ എന്നെ സംബന്ധിച്ച് ഇപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഊഹാപോഹങ്ങൾ മറ്റും ഒരു വ്യക്തത വരും. എനിക്കറിയാലോ ഞാനതായിട്ടൊരു ബന്ധമില്ല എന്നറിയുന്ന ഒരാൾ ഏറ്റവും ഒന്നാമത്തെ ആൾ ഞാനാണല്ലോ. ഞാൻ എന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയുന്നത് പോലെ ഒരാൾക്ക് അറിയില്ലോ. അപ്പൊ എനിക്കറിയാം ഒരു സത്യമില്ലാത്ത കാര്യമായി. CBI എൻക്വയറി നടന്നാൽ CBI എന്ന് പറഞ്ഞാൽ ഒരു നല്ല അന്വേഷണ ഏജൻസിയാണ്. അവർ സത്യം കണ്ടെത്തും. അതിൽ വന്നാൽ എനിക്ക് പൂർണ്ണമായി ക്ലിയർ ആവാൻ കഴിയും എന്നുറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ സ്വാഗതം ചെയ്യും. പിന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രി കോടിയേരി ബാലകൃഷ്ണനിലെ മാർക്സിസ്റ്റുകാരന്റെ പ്രസ്താവനയാണ്. അത് ഞാൻ അവജ്ഞയോടുകൂടി തള്ളിക്കളയാം. കാരണം കമ്മീഷൻ എന്നെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്, ഞാൻ ഈ ഗൂഢാലോചന പങ്കുണ്ടോന്നോ ഞാൻ ഈ കേസിൽ പങ്കുണ്ടോന്നോ ഒന്നും കമ്മീഷൻ പറഞ്ഞില്ല. കമ്മീഷൻ ആകെ പറഞ്ഞതെന്താ, ആകെ പറഞ്ഞത് ഇന്നിപ്പോ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഇതിന്റെ കോപ്പി. There is every reason to think that Sri Mayanaji, son of Kunyali, had prior information about the conspiracy. എന്നാ പറഞ്ഞത്. ഇതിന്റെ പച്ച മലയാളം എന്താ, ഈ സംഗതി മായനാജിക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു എന്ന് കരുതാൻ ന്യായമുണ്ടെന്നല്ലോ ഇതിന്റെ മലയാള അർത്ഥമല്ലേ. കമ്മീഷൻ മായനാജിക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു എന്ന് പോലും പറഞ്ഞിട്ടില്ല. മായനാജിക്ക് ഈ സംഗതി മുൻകൂട്ടി അറിയുണ്ടായിരുന്നു എന്ന് കരുതാൻ എന്ന് ന്യായമായും കരുതാം എന്നതാണ് ഇതിന്റെ മലയാളം അല്ലേ. അതാണ് ഇതിന്റെ മലയാളം. അത് ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതിന് അയോഗ്യതയാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞാൽ അത് കോടിയേരിയുടെ പാർട്ടിക്കാർക്ക് മാത്രം തിരിയുന്ന ഭാഷയാണ്. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതോടെ ലീഗിനൊപ്പം പ്രതികൂട്ടിലായത് NDF ആണ്. മുസ്ലിം കേന്ദ്രങ്ങളിൽ ഏതക്രമം ഉണ്ടായാലും ആദ്യം വരുന്ന പേര് NDF-ന്റേതാണ്. NDF മറുവാദങ്ങൾ നിരത്തിയാണ് ഈ ആരോപണത്തെ നേരിട്ടത്. NDF-ന്റെ പ്രാദേശിക നേതൃത്വത്തിനെങ്കിലും പങ്കില്ലാതെ അല്ലെങ്കിൽ അവരുടെ ഒത്താശയില്ലാതെ ഈ സംഭവം നടക്കുമായിരുന്നില്ല എന്നുള്ളൊരു നിഗമനം
കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2002 കൊല്ലപ്പെട്ട അബൂബക്കർ NDF പ്രവർത്തകനായിരുന്നു എന്നുള്ള ഒരു തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ NDF എന്ന സംഘടനയെ ആ സംഭവത്തോട് 2003 നടന്ന സംഭവത്തോട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു ശ്രമവും കമ്മീഷൻ നടത്തിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അത് പക്ഷപാതപരമായ ഒരു നടപടിയായിട്ടാണ് സംഘടന വിലയിരുത്തുന്നത്. അബൂബക്കർ NDF-കാരനായിരുന്നില്ല. അതുപോലെ തന്നെ മാറാട് NDF-ന്റെ യൂണിറ്റില്ല, പ്രവർത്തകരില്ല. ഇത് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അതിന് തെളിവുകൾ നൽകിയിട്ടുള്ളതുമാണ്. അബൂബക്കർ CPM പ്രവർത്തകനാണ് എന്ന് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രൊസീഡിങ്സിനിടയിൽ കുമ്മനം രാജശേഖരൻ തന്നെ, ഹിന്ദു ഐക്യവേദിയുടെ കുമ്മനം രാജശേഖരൻ തന്നെ മൊഴി നൽകിയിട്ടുള്ളതാണ്. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് അബൂബക്കർ NDF-കാരനായിരുന്നു എന്നുള്ളൊരു തെറ്റായ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടനയെ 2003 കൂട്ടക്കൊലയുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നു കാണുന്നുണ്ട്. റിപ്പോർട്ടിനെ കുറിച്ചുള്ള ആദ്യ പ്രതികരണം മിതപ്പെടുത്തിയ ലീഗ് 2 ദിവസം കഴിഞ്ഞ് നിലപാടിന് മൂർച്ച കൂട്ടി. രാജ്യത്ത് നടക്കുന്ന ചർച്ചകൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്താണ്. FM ഞാൻ പറയട്ടെ, എന്ത് FM? എന്താ മറ്റേ റേഡിയോ സ്റ്റേഷനാണോ? മഞ്ചേരി റേഡിയോ സ്റ്റേഷനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മനസ്സിലായി സെൻട്രൽ മിനിസ്റ്റർ ആണല്ലോ, അതുമായിട്ട് ഒരു ബന്ധമുണ്ട്, കൊണ്ടുവരാൻ നോക്കി FM സ്റ്റേഷൻ കൊണ്ടുവരാൻ നോക്കി. എന്ത് FM? ഇതെന്താണ്? ഞാനിപ്പോ അവിടെ FM-നെ കുറിച്ചുള്ള ഭയാണോ CBI എൻക്വയറിക്ക് നോക്കാത്തത് എന്ന് അതില് ആന്റണിനോട് ഞാൻ സമ്മർദ്ദം ചെലുത്താൻ കാണുന്ന ഒരു പരാമർശമുണ്ട്. നേരത്തെ ബഷീർ വായിച്ചത് എന്തൊരു പാലിശാണ്. ഞാൻ അന്ന് പോലും ഏതാണ് ഈ FM, ഏതാണ് ഈ FM എന്ന് അന്വേഷിച്ച് നടക്കുക. നമ്മളിപ്പോ ഈ FM തന്നെ കേരള FM-ഉം ഫിനാൻസ് മിനിസ്റ്ററും സെൻട്രൽ FM-നും ഒക്കെ ഇല്ലേ വന്നത്. ഇതേതാ FM? അപ്പൊ കുറെ ആളുകൾ എന്നോട് പറഞ്ഞു കുണ്ടോടിക്കാരനാണ്, പിന്നെ കുറെ ആളുകൾ എന്നോട് പറഞ്ഞു കണ്ണൂർക്കാരനാണ്. അങ്ങനെ തപ്പി പൊടിച്ച് നിൽക്കുന്നതിടയിൽ കൂടിയാണ് ഇദ്ദേഹം ഇപ്പൊ TV പ്രത്യക്ഷപ്പെട്ടത്. അല്ല ഒറ്റ രസമുണ്ട്, അതുകൊണ്ട് പറയാ മാറാട് കോടതിക്ക് ഈ മനുഷ്യരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഈ മനുഷ്യനെ കണ്ട് എന്താ കാണാമെന്ന് എനിക്ക് ഒരുവിധ ആളുകളൊക്കെ എനിക്ക് വരികയാണ്. ഇദ്ദേഹം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. മാത്രമേ കണ്ടിട്ടേ ഇല്ല, അധികം ഇവിടെ ഉണ്ടാകുന്ന ആളെല്ലാം തോന്നുന്നു. എനിക്ക് കണ്ടില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. വേറെ ഒരുവിധ ആളൊക്കെ എനിക്ക് വരികയാണ്, ഞാൻ കണ്ടിട്ടില്ല. അല്ല പോട്ടെ, അതല്ല ഞാൻ വിചാരിച്ചു ഇയാൾ എപ്പോഴെങ്കിലും എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? മൊബൈലൊക്കെ നോക്കി അറിയാലോ, സംസാരിച്ചിട്ടുമില്ല. ഇങ്ങനെ ഒരാള് എന്നിട്ട് ഈ കമ്മീഷനെ എഴുതി വെച്ച് നിങ്ങൾ കണ്ടില്ലേ? അതിനെ കുറിച്ചുള്ള ഭയമാണോ? മാറാട് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് FM എന്ന പരാമർശമാണ്. FM എന്ന പേരിൽ അറിയപ്പെടുന്നയാൾ കൂട്ടക്കൊലയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് കമ്മീഷൻ ഉദ്ധരിക്കുന്നുണ്ട്. ദുരൂഹതയുണർത്തുന്ന പരാമർശങ്ങളാണ് ഈ അജ്ഞാതനെ കുറിച്ച് റിപ്പോർട്ടിലുള്ളത്. ഇതാണ് മാറാട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ FM എന്ന് വിശേഷിക്കപ്പെട്ട ഹിലാൽ മുഹമ്മദ്. യഥാർത്ഥ പേര് VB മുഹമ്മദ് കുട്ടി എന്നാണ്. 48 വയസ്സുകാരനാണ്. തൃശൂരിലെ പെരുമ്പിലാവ് സ്വദേശിയാണ്. 80കളുടെ അവസാനം തൃശൂരിലെ കുറുപ്പംകോടിൽ ഹിലാൽ ട്രേഡേഴ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തിയതിന്റെ പേരിലാണ് ഈ പേര് വന്നത്. ഹിലാൽ മുഹമ്മദ് എന്നാണ് ഇപ്പോൾ വിളിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യയിലും വിദേശത്തുമായി മണി എക്സ്ചേഞ്ച് ബിസിനസ് നടത്തുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ FM എന്നുള്ള പേര്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പേര് വന്നത്? എന്താണ് അതൊക്കെ യഥാർത്ഥത്തിൽ? FM എന്നുള്ള പേര് എനിക്ക് എങ്ങനെ കിട്ടിയത് എനിക്ക് തന്നെ അറിയില്ല. FM എന്നുള്ള പേരിൽ പത്രത്തിൽ കണ്ടപ്പോൾ ഞാനത് പ്രതികരിക്കാൻ തയ്യാറല്ല. പക്ഷെ ഹിലാൽ മുഹമ്മദ് എന്നുള്ള പേരിലാണ് ഇന്ന് TV-യിൽ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അത് എഴുതിയിട്ടുണ്ടായിരുന്നു ഹിലാൽ മുഹമ്മദ് എന്ന FM എന്ന്. അപ്പൊ ഹിലാൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ ഞാൻ. അതുകൊണ്ട് തന്നെ FM ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. താങ്കൾക്കെതിരെയുള്ള പരാമർശം, താങ്കൾ ഈ മാറാട് സംഭവത്തിന് ഈ ആയുധങ്ങളടക്കമുള്ള സംഭവങ്ങൾ നൽകാനായിട്ട് ആയുധങ്ങളും അതുപോലെ ഉള്ള ഇത് സാമ്പത്തിക സ്രോതസ് താങ്കൾ ആണ് എന്നുള്ള സൂചനയാണുള്ളത്, അല്ലെങ്കിൽ പണം നൽകിയത് താങ്കളാണ് എന്നുള്ള സൂചനയാണ് മാറാട് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ ജഡ്ജി പറയുന്നത് ഇത് സംബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നൊരു മാധ്യമത്തിൽ വാർത്ത വന്നു, ഒരു പത്രത്തിൽ വാർത്ത വന്നു. അദ്ദേഹം അത് വെരിഫൈ ചെയ്തു, താങ്കളുടെ യാത്രാ രേഖകൾ പരിശോധിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ വല്ല വാസ്തവമുണ്ട്? താങ്കൾ മാറാട് ഈ പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിലെങ്കിലും പ്രതികൾക്ക് കിട്ടുന്ന രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്?
ഇതിനെ പൂർണ്ണമായും നിഷേധിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഈ മാറാട് സംഭവത്തെക്കുറിച്ച് എനിക്ക് നേരിട്ടോ അല്ലാതെയും അറിഞ്ഞോ അറിയാതെയോ വിദേശത്ത് നിന്നോ ഇന്ത്യയിൽ നിന്നോ ധനപരമായോ ശാരീരികമായോ എന്തെങ്കിലും സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് ഈ ലോകത്തുള്ള ഏത് ഭാഗത്ത് കൊണ്ടുപോയിട്ട് തെളിയിക്കാൻ അദ്ദേഹം ചെയ്യാറുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടായിട്ട് എല്ലാ ചെലവും ഞാൻ വഹിച്ചുകൊണ്ട് അവിടെ പോയി അത് തെളിവെടുക്കാൻ അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ ചെയ്തു. അഥവാ തെളിഞ്ഞാൽ ഏതെങ്കിലും സംഗതി വെച്ചാൽ വാക്കുകൊണ്ടോ എന്തുകൊണ്ട് വൈവന്നൊരു വാക്കുകൊണ്ട് പോലും ഈ ജനങ്ങളെ ഞാൻ സഹായിച്ചിട്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ എന്റെ ഫാമിലി അടക്കമുള്ള 23 പേരെ കൊന്ന് ഈ രാജ്യത്തിന്റെ മാനനിരത്ത്, അതായത് അത്ര വൃത്തികെട്ട ഒരു ഫാമിലി ഈ ഭാരത മണ്ണിൽ ഉണ്ടാവാൻ പാടില്ല, അത് ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെ മുഴുവൻ കൊന്നുകൊണ്ട് ഞാൻ സ്വയം മത്സരിച്ച് തയ്യാറാണ്. അതല്ല എങ്കിൽ എല്ലാ ജനങ്ങളെ കൊണ്ട് കണ്ടറിയാൻ വേണ്ടി ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. അതല്ല, ഇതൊന്നും തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലായിരിക്കും ഈ നിരപരാധിയായ എന്റെ പേരിലും എന്റെ ഫാമിലിയുടെ പേരിലും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അപരാധം തെറ്റായി പോയെന്ന് അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറുണ്ട്. ഞാനേ താങ്കൾക്ക് ഈ മാറാടുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായി? എനിക്ക് കേരളക്കാരനായ ഞാൻ മാറാട് എന്ന് പറയുന്നത് ഒരു കടൽത്തീരമാണെന്ന് അറിയില്ല എന്ന് മാറാട് സ്ഥലം അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഒരു കടൽത്തീരമാണെന്ന് പോലും എനിക്കറിയില്ല. ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ 49 വയസ്സായി മാറാടിൽ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് താങ്കളുടെ പേര് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഇങ്ങനെ പരാമർശിക്കുന്നത്? ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്ന് പറയും. ഞാൻ ഇപ്പോഴാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അങ്ങോട്ട് പറയും. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്രയും വർഷമായി കരുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് എന്നെ അന്വേഷിക്കാൻ വേണ്ടി ആരും വിളിച്ചില്ല? 2000-2001 സംഭവമാണ്, 2006 എന്തുകൊണ്ട് ഇത്രയും പ്രതികളെ ഇവിടെ 300 ചില പ്രതികളുടെ ചോദ്യം ചെയ്തു എന്നുള്ളത് ഞാൻ പത്രവാചകം വായിക്കുന്നു. എന്തുകൊണ്ട് എനിക്ക് സമൻസ് അയച്ച ഒരു ഫോണും പോയി എന്നെ വിളിച്ചില്ല? എനിക്ക് ഞാൻ ദൃഷ്ടിയൊന്നുമില്ല. എന്റെ പേര് വിജിലൻസ് റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോയിട്ട് എന്റെ സത്യാവസ്ഥ ഞാൻ ദൃഷ്ടിയൊന്നും ഇരിക്കില്ലല്ലോ. എന്റെ ഒരു സമൻസോ അല്ലെങ്കിൽ എഴുത്ത് കിട്ടിയാലേ എനിക്ക് പോയിട്ട് പറയാൻ പറ്റുള്ളൂ ഞാൻ നിരപരാധിയാണോ. ഈ പറയുന്നത് പോലെ താങ്കൾക്ക് മുസ്ലിം ലീഗ് മന്ത്രിമാരുമായി അത്തരത്തിലുള്ള ഒരു അടുപ്പുണ്ടോ? എനിക്ക് മുസ്ലിം ലീഗ് എന്നല്ല ഈ പാർട്ടി, ഒരു പാർട്ടി ഇന്ന് വരെ ഞാൻ വോട്ട് ചെയ്യാത്ത വ്യക്തിയാണ്. ഒരു പാർട്ടിയും എനിക്ക് വേറെ ബന്ധമില്ല. എന്നാൽ എല്ലാ പാർട്ടിയും കുറച്ച് ആൾക്കാർ എനിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ അറിയായിരിക്കും. അതിനൊക്കെ ഞാൻ നിശ്ചയിക്കൊന്നുമില്ല. എനിക്ക് രാഷ്ട്രീയം മുതലെടുപ്പോ രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയ മെമ്പർഷിപ്പ് എനിക്കില്ല. ഏതൊക്കെ മന്ത്രിമാരായിട്ടോ നിങ്ങൾ സൗഹൃദം? എനിക്ക് ഒരു സൗഹൃദം ഒരു മന്ത്രിമാരായിട്ടില്ല. അന്നത്തെ പഴയ മന്ത്രിമാരെ ലീഗ് ഒരു മന്ത്രിമാരായിട്ട് ബന്ധമില്ല. താങ്കളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മന്ത്രിമാർ? എന്റെ ബിസിനസ് കേരളത്തിൽ മന്ത്രിമാരെ ആവശ്യപ്പെടുന്ന ബിസിനസ് ഇരിക്കുന്നില്ല. ഈ താങ്കൾ ഫിനാൻസ് മിനിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത്തരത്തിൽ സാമ്പത്തിക സഹായങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ടാവും? ഇല്ല, ആർക്കും നൽകിയിട്ടില്ല. ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഡൊണേഷൻ കൊടുക്കാറുണ്ട്, സ്വാഭാവികം. അതല്ലാതെ എല്ലാ പാർട്ടികൾക്കും എല്ലാ പാർട്ടിക്കും കൊടുക്കാം. CPM-ന് കൊടുക്കുന്നുണ്ട്, CPI കൊടുക്കുന്നുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി BJP കൊടുക്കുന്നുണ്ട്, മുസ്ലിം ലീഗ് കൊടുക്കുന്നുണ്ട്, എല്ലാ ഡൊണേഷൻ കൊടുക്കും. കഴിഞ്ഞ ഇലക്ഷന് CPM-ന് എത്ര പൈസ കൊടുക്കും? അത് കഴിഞ്ഞ പാർട്ടിക്ക് CPM-ന് കൊടുത്തില്ല. ആർക്ക് കൊടുത്തത്? അത് അവിടെ നിൽക്കുന്ന അവിടെ കോൺഗ്രസ്സുകാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഈ റെസിറ്റ് മാറ്റി കൊടുക്കുന്ന പോകുന്നൊരു വരുമാനം കൊടുക്കും. പാർട്ടിയൊന്നും ചോദിക്കാറില്ല. റെസിറ്റുമായിട്ട് വരും, അവർക്ക് കൊടുക്കും. ചെറിയ എമൗണ്ടുകൾ കൊടുക്കാം. എത്ര എമൗണ്ട്? 500,000 ഇത്ര കൊടുക്കും. താങ്കളുടെ വലിയ രീതിയിൽ താങ്കളുടെ ഒരു സാമ്പത്തിക ശേഷി ഏത് പാർട്ടി? എന്റെ സാമ്പത്തിക ശേഷി വളരെ മോശമാണ്. അപ്പൊ പറഞ്ഞിരിക്കാൻ ജനങ്ങൾ എന്നെ വലിയ ധനവാനം നയിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എന്റെ സാമ്പത്തിക ശേഷി പറഞ്ഞാൽ ബിസിനസ് ബാധിക്കണമെന്ന് പറയുന്നില്ല. എന്ത് ബിസിനസ് ചെയ്യുന്നത്? ഞാൻ മണി എക്സ്ചേഞ്ച്. അത് ലാഭകരമല്ലേ? അത് അപകടം. ഇതിപ്പം എന്ത് സാഹചര്യത്തിലായിരിക്കും താങ്കളുടെ പേര് ഇത്തരത്തിൽ ഇതിൽ വന്നിട്ടുള്ളത്? അതിനെക്കുറിച്ച് ഞാനിപ്പോ ഇന്നലെ കണ്ടുള്ളൂ. എനിക്കതിനെ കുറിച്ച് ഒന്ന് സത്വതാപം ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള സ്വാർത്ഥ താല്പര്യങ്ങളാവാം. ജഡ്ജിക്ക് അങ്ങനെ ഒരു താല്പര്യം എന്നോട് ഇത് തോന്നാനുള്ള കാരണമില്ലല്ലോ. അങ്ങനെ സംഭവമില്ല. ഈ പേര് തന്നെ ഞാൻ കേൾക്കുന്ന വളരെ അടുത്ത ആളാണ്. അദ്ദേഹം പേഴ്സണലായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് കാരണമില്ലല്ലോ. കരിപ്പൂർ കേന്ദ്രീകരിച്ച് താങ്കൾ ചില ഇത്തരത്തിലുള്ള ചില വ്യവഹാരങ്ങൾ നടത്തും. അതോ ഇന്ന് ടിവിയിൽ കണ്ടോ കള്ളക്കടത്ത് നടത്തുന്നു? ഈ കള്ളക്കടത്ത് കൊണ്ടുവരുന്ന സാധനം വിഴുങ്ങുന്നില്ലല്ലോ. ഈ കള്ളക്കടത്ത് കൊണ്ടുവരുന്ന സാധനം ഒന്നിനും വാങ്ങിക്കണം, അല്ലെങ്കിൽ പിടിക്കണം. ഇത്രയും ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇത്രയും വർഷമായിട്ട് ഒരു കേസ് പോലും ഞാൻ പ്രതിയായിട്ടാകും. ഞാൻ കള്ളക്കടത്ത് കേസാവട്ടെ വേറെ ക്രിമിനൽ കേസാവട്ടെ ഞാൻ പ്രതിയായിട്ടാണ്. എന്നെ പിടിച്ചിട്ടില്ല. പിടിക്കാത്ത ഞാൻ കള്ളക്കടത്ത് നടത്തി ഞാൻ തന്നെ പറഞ്ഞാൽ മതി. വെറുതെ ഞാൻ പുറത്തുകാരിലോ സ്ഥിരീക്കപ്പെടേണ്ട ഒരാൾ. കഴിഞ്ഞ 1-2 വർഷമായിട്ട് താങ്കളുടെ പേര് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിനു മുമ്പ് പ്രതികരിച്ചില്ല? എന്നിട്ട് ഇത്ര മാത്രം എന്നെ ബാധിക്കുന്ന പ്രശ്നമായിട്ടാ. അന്ന് വന്നാൽ ഓക്കെ FM എന്ന് വരും, കള്ളക്കടത്തുകാരും അതൊന്നും എന്റെ ബിസിനസ് ബാധിക്കുന്ന എന്റെ കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. പക്ഷെ ഇത് എന്റെ കുടുംബത്തെയും എന്റെ മക്കളെയും എന്റെ ജീവനെയും ബാധിക്കുന്ന പ്രശ്നം.
താൻ പ്രതിയാണോ എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹിലാൽ മുഹമ്മദ് കോടതിയെ സമീപിച്ചിട്ടും ഇതേ ചുറ്റിപ്പറ്റിയുള്ള ചർച്ച തുടരുകയാണ്. ഇതിനിടെ കൂട്ടക്കൊല മാത്രം CBI അന്വേഷിക്കണമെന്ന നിലപാട് ആഭ്യന്തരമന്ത്രി മാറ്റി. 2002 ആദ്യ കലാപവും അന്വേഷണത്തിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. BJPക്കെതിരെയുള്ള ഉയമ്പായി മാറി ഇത്. CBI അന്വേഷണം എന്ന ലേബൽ ഉപയോഗിച്ച് സർക്കാർ ഇപ്പോൾ നിലവിലുള്ള കേസിനെ അട്ടിമറിക്കാൻ അവരുടെ പ്രവർത്തകന്മാർ, CPMന്റെ 28 പ്രവർത്തകന്മാർ പ്രതികളായ കേസായതുകൊണ്ട് അട്ടിമറിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് അവർ പിന്തിരിയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. മാറാട് സംഭവത്തിൽ 2 സംഭവങ്ങളാണ് അന്വേഷണ കമ്മീഷന്റെ അന്വേഷണത്തിന് വിധേയമായതായി ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ആദ്യത്തെ സംഭവം കമ്മീഷൻ ഒന്നാം മാറാട് സംഭവം എന്ന് പറയുന്ന ആദ്യത്തെ സംഭവം ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിരുന്നു. നമ്മുടെ നാട്ടിൽ ദൗർഭാഗ്യകരമായി നടന്ന ഒരു സംഭവം. 2 വിഭാഗം ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി മരിച്ച് നിരവധി ആൾക്കാർക്ക് പരിക്ക് പറ്റിയ സംഭവം. 5 പേരുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റാനിടയായി. ആ സംഭവത്തെക്കുറിച്ചോ ആരും തന്നെ എന്തെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുണ്ട് അല്ലെങ്കിൽ തീവ്രവാദി ബന്ധമുണ്ട് ആരോപണം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യം മാറാട് സംഭവത്തിൽ 5 കൊലക്കേസുകൾ പെൻഡിങ്ങിലാണ്. നിരവധി ക്രിമിനൽ കേസുകൾ അതോട് ബന്ധപ്പെട്ട് കുറ്റപത്രം തയ്യാറാക്കി ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട് കോടതിയിൽ നിലനിൽക്കും. ചില കേസുകൾ വിചാരണ കഴിഞ്ഞ് ശിക്ഷിച്ചിട്ടുണ്ട്, വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാം മാറാട് സംഭവം എന്ന് പറഞ്ഞതും അതിനുശേഷം 2003 സംഭവവും പരസ്പര പൂരകങ്ങളാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം സത്യത്തെ കണ്ടെത്താൻ സഹായകമല്ല. അത് വസ്തുനിഷ്ഠമായി ശരിയല്ല. ആ ഒരു ശ്രമം ഈ പ്രധാന സംഭവത്തെ അറിയിക്കുന്ന ഗൗരവത്തോടെ കാണുന്നതിന് സഹായകമല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 150 പ്രതികളാണ് മാറാട് കൂട്ടക്കൊല കേസിലുള്ളത്. 2 പേർ മരിച്ചു. 6 പേർ പ്രായപൂർത്തിയാവാത്തവരാണ്. ഇവരുടെ വിചാരണ ജുവനൈൽ കോടതിയിലേക്ക് മാറ്റി. ശേഷിക്കുന്നവർ ഇപ്പോഴും മാറാടിനായി സ്ഥാപിച്ച പ്രത്യേക കോടതിയിൽ എല്ലാ ദിവസവും വിചാരണക്കായി എത്തുന്നു. പ്രോസിക്യൂഷന്റെ സാക്ഷികളുടെ വിചാരണ അവസാന ഘട്ടത്തിലാണ്. എന്നാൽ 2002 ജനുവരിയിൽ നടന്ന മാറാട്ടെ ആദ്യ കലാപത്തിന്റെ വിചാരണ ഇനിയും തുടങ്ങിയിട്ടില്ല. ഈ സ്പെഷ്യൽ കോടതിയിൽ ഇപ്പോൾ 2003 കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ 2002 കേസുകൾ ഇപ്പോൾ വിചാരണയ്ക്ക് എടുക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെഷൻസ് കേസുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഡേ ടു ഡേ പോസ്റ്റിംഗിൽ ഓരോ കേസുകൾ തീർത്തതിന് ശേഷമേ വേറെ കേസുകൾ എടുക്കാൻ പാടുള്ളൂ എന്നാണ് തത്വം. അതുകൊണ്ട് ഈ 2003 കേസുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ 2002 ചാർജ് ചെയ്തിട്ടുള്ള ഈ കേസുകൾ ഈ കോടതി വിചാരണയ്ക്ക് എടുക്കുകയുള്ളൂ. എന്നാലും ഇപ്പോഴും കേസുകൾ ഓരോ ദിവസങ്ങളായി പോസ്റ്റ് ചെയ്ത് കേസ് വിളിച്ച് മാറ്റിവെക്കുന്നുണ്ട്. പ്രാരംഭമായിട്ടുള്ള വാദങ്ങൾ കേൾക്കാൻ വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. CBI അന്വേഷണം തുടങ്ങാൻ നിരവധി സാങ്കേതികതകൾ ബാക്കി നിൽക്കുന്നു. 2 കൊല്ലം മുമ്പ് സർക്കാരിനോട് CBI അന്വേഷണം ആവശ്യപ്പെട്ട മാറാട്ടെ അലയ സമുദായക്കാർ ഇപ്പോൾ ഏറെക്കുറെ നിശ്ചലരാണ്. അങ്ങനെ വിശ്വാസം തോന്നുന്നുണ്ട്. വന്നാല് പുറത്തു വരും. CBI അന്വേഷിച്ചാൽ പുറത്തു വരും. പണ്ടുകാലത്ത് ഈ CBI അന്വേഷണം പറഞ്ഞ സമയത്ത് കേന്ദ്രത്തിലെ അഡ്വാനിന്റെ CBI അന്വേഷണം ആണെന്നാണ് ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരും പറഞ്ഞത്. പക്ഷെ ഇപ്പോഴെങ്കിലും ഇവർക്ക് CBI അന്വേഷണം വെക്കണം എന്നുള്ള ആ ഒരു തീരുമാനം ഉണ്ടായതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അത് ഏത് രീതിയിലാണ് അത് അന്വേഷണം പോകുന്നത് അന്നും നമുക്ക് പറയുന്നതിന് ആ സമയത്ത് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ CBI അന്വേഷണം പറയാതിനെ പറ്റി നടന്നില്ല, അന്വേഷണം നടന്നില്ല എന്ത് ചെയ്യും? ഇപ്പൊ കുറെ CBI അന്വേഷണം നടത്തിട്ട് വെളിച്ചം കാണാതെ എത്ര ഉണ്ട് അല്ലേ? അതുപോലെ ഇത് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അന്ന് പ്രതികരിക്കും. എന്താണ് ഉള്ളത്? അപ്പോൾ സമാധാനം നല്ല രീതിയിലാണെങ്കിൽ സമാധാനമൊക്കെ വരും. ഇവിടെ വലിയ സമാധാനം വരാൻ അത് കുറവാണ്. കൂട്ടക്കൊലയെ തുടർന്ന് 300ഓളം കുടുംബങ്ങളാണ് മാറാട് വിട്ടുപോയത്. ഇതിൽ 230ഓളം കുടുംബങ്ങളെ 3 മാസം കഴിഞ്ഞ് സർക്കാർ തിരികെ കൊണ്ടുവന്നിരുന്നു. മാറാട് ഒരിക്കലും പഴയതുപോലെ ആയിട്ടില്ല. പോലീസിന്റെ കണ്ണുകൾക്ക് കീഴെയാണ് ഇപ്പോൾ മാറാട് ഉറങ്ങുന്നതും ഉണരുന്നതും. അങ്ങനത്തെ ഒന്നുമില്ല. അവര് ഒരു ഭാഗത്ത് ഞങ്ങൾ ഒരു ഭാഗത്തായിട്ട് ജീവിക്കണം. പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളന്ന് ക്യാമ്പ് ചെയ്ത് പറയുന്നത് CBI അന്വേഷിക്കട്ടെ, കാരണം സത്യാവസ്ഥ പുറത്തു വെച്ച് എന്നാണ് ഞങ്ങൾ അത്. കാരണം ഞങ്ങൾ അന്ന് എന്നും നിൽക്കുന്നില്ല. സത്യാവസ്ഥ പുറത്തു വന്നോട്ടെ.
മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണെന്ന ആരോപണം മുസ്ലിം ലീഗും മറ്റു സംഘടനകളും ഉന്നയിച്ചു കഴിഞ്ഞു. അതേസമയം കേന്ദ്രത്തിൽ ഇപ്പോൾ BJP ഭരണത്തിലില്ല എന്നും അതുകൊണ്ട് CBI അന്വേഷണത്തെ ഭയക്കേണ്ട എന്നും ഇവർ പരസ്പരം ആശംസിക്കുന്നു. BJP ആകട്ടെ രണ്ട് മനസ്സോടുകൂടിയാണ് CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. വരും നാളുകളിൽ കേരളം ചർച്ച ചെയ്യുന്നത് CBI അന്വേഷണത്തിലെ പുരോഗതിയെക്കുറിച്ചായിരിക്കും. എന്തായാലും മാറാട്ട് ശാന്തി പുലരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹായം നൽകിയെന്ന ആരോപണമുള്ള FM എന്ന ഹിലാൽ മുഹമ്മദിന് UDF-മായി അടുത്ത ബന്ധമുണ്ടെന്ന് ആന്റണി മത്സരിച്ച 1995 തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പിന്റെ മുഖ്യ സംഘാടകൻ ഹിലാലിന്റെ ഉറ്റ അനുയായിയായിരുന്നെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തലസ്ഥാനത്ത് വാർത്താസമ്മേളനം നടത്തിയത്. മാറാട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കാനായിരുന്നു പിണറായി വിജയൻ മൗനം ഭജിച്ചത്. റിപ്പോർട്ടിൽ തന്നെപ്പറ്റിയോ പാർട്ടിയെപ്പറ്റിയോ ആക്ഷേപകരമായ പരാമർശമില്ലാത്തപ്പോൾ പിണറായി മാപ്പ് പറയണമെന്ന ആന്റണിയുടെ പ്രസ്താവന തന്നെ അത്ഭുതപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ആദ്യ കലാപത്തിന് ശേഷം 9 പേരുടെ ജീവനം വഹിച്ച കൂട്ടക്കൊല ഉണ്ടായത് UDF സർക്കാരിന്റെ വർഗീയ പീഡനവും വീഴ്ചകളും കൊണ്ടാണെന്ന് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഒന്നാം കലാപത്തിലെ പ്രതികളുടെ കുറ്റപത്രം വഹിച്ചതും കൃത്യനിർവഹണത്തിൽ ഉദ്യോഗസ്ഥർ കാണിച്ച അനാസ്ഥയും സർക്കാരിന്റെ വീഴ്ചയാണ് കാണിക്കുന്നത്. കോഴിക്കോട് പോലെ സെൻസിറ്റീവായ സ്ഥലത്ത് കലാപസാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കാണാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ആ റിപ്പോർട്ട് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി കാണാതിരിക്കില്ല. അപ്പോ മുഖ്യമന്ത്രി ഗൗരവമായ വീഴ്ചയിൽ വരുത്തിയിരിക്കുക. വ്യക്തിപരമായി ആന്റണിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. കൂട്ടക്കൊലയ്ക്ക് ധനസഹായം നൽകിയെന്ന് ആരോപണമുള്ള FM എന്ന ഹിലാൽ മുഹമ്മദിനെ കുറിച്ച് നേരത്തെ തന്നെ ആരോപണമുണ്ടായിട്ടും നടപടിയെടുത്തില്ലെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. അദ്ദേഹം പല കാര്യങ്ങളിലും UDF-ന് ബാന്ധവമുള്ളയാളാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ അടുത്ത ആളായിരുന്നു നേരത്തെ തിരൂരങ്ങാടിയിൽ AK ആന്റണി സ്ഥാനാർത്ഥിയായപ്പോ ആ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചിരുന്നത്. അപ്പോ UDF-ന് അറിയാത്തയാളല്ല ഹിലാൽ മുഹമ്മദ്. ആ ഹിലാൽ മുഹമ്മദിന്റെ പേരിൽ ഇത്തരം ഒരു പ്രശ്നം ഉയർന്നു വന്നപ്പോ അത് അന്വേഷിക്കാനല്ല മെനക്കെട്ടത്, അത് പൂഴ്ത്തിക്കളയാനാണ്. ഒന്നാം കലാപത്തിൽ CPIM പ്രവർത്തകരെ പ്രതികളാക്കാൻ ഗൂഢാലോചന നടന്നു. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് കുറ്റപത്രം വൈകിച്ചത്. കൂട്ടക്കൊലയ്ക്ക് ശേഷം വീടുകൾ കൊള്ളയടിക്കപ്പെട്ടവർക്ക് ധനസഹായം നൽകുന്ന കാര്യം LDF സർക്കാർ പരിഗണിക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം. ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ കുറ്റവാളി എന്നുള്ള ശ്രീ പിണറായി വിജയന്റെ പ്രസ്താവന ഒന്നാം മാറാട് കലാപത്തിന് ഉത്തരവാദികളായവരിൽപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയാണ് മാറാട് സംഭവത്തിന്റെ തുടക്കം കുറിച്ചതിൽ ഒന്നാമെന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പങ്ക് മറച്ചുപിടിക്കാനാണ് ആന്റണിയാണ് ഒന്നാമത്തെ കുറ്റവാളിയെന്ന് പിണറായി വിജയൻ വിലയിരുത്തുന്നത്. ഇന്ത്യ